ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നീട്ടു, പല്ല് തേച്ചു, ചായ വെച്ചു. അത് കഴിഞ്ഞ് ചാക്കരി ശ്രീലക്ഷ്മിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പച്ചരി കൊണ്ടാണ് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ പച്ചരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചെയ്യണ വീഡിയോ ആണ് കേട്ടോ. ശ്രീലക്ഷ്മി ഇതാ നേരിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഹായ് പറയൂ. ഹായ് പറയൂ. നേരിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. പിന്നെ അപ്പോൾ വേറെ എന്തൊക്കെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പനീൻ്റെ ക്ഷീണത്തിൽ നിന്ന് ഇനി മുക്തി വേണ്ടി വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്, എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിച്ചോണം. പിന്നെ നിങ്ങളൊക്കെയാണ് നമ്മളൊരു എന്താ പറയുക താങ്ങ്. പിന്നെ ശ്രീലക്ഷ്മിക്ക് ഇപ്പം ഒന്ന് അവളെ എലി കടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 ഇഞ്ചക്ഷൻ വെച്ചു. 3ാമത്തത് വെക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കൊണ്ടുപോകണം. അപ്പം ഇന്ന് സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. കടയ്ക്ക് പോകണം. പെരിന്തൽമണ്ണ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നാണ് ഇഞ്ചക്ഷൻ. അപ്പോൾ അവിടെ പോകണം. നേരെ അവിടെ പോയി ഇഞ്ചക്ഷൻ വെച്ചിട്ട് വേണം കടയ്ക്ക് പോകാൻ. അപ്പോൾ വേറെന്താ, ഇന്നലെ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഈ തേക്കിൻ്റെ മരം അടുത്ത് കൂടെയൊക്കെ ഉള്ളത് കൊണ്ട് നിറച്ച് പുഴുക്കളാണ് വീടിൻ്റെ ഉള്ളിലും മേൽക്കൂരയിലും ഓടിലൊക്കെ. അപ്പോൾ പിന്നെ എന്താ പറയുക, വീടിനകത്ത് പോലും കടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്, പുഴുക്കളെ ശല്യം. പിന്നെ അനിയൻ വന്ന് അവന് കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് പോയി. അത് സ്പ്രേ അടിച്ചിട്ടാൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ അലർജി ഉള്ളവർക്ക് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഞായറാഴ്ച വന്ന് കുറേയൊക്കെ ഇതാക്കി പോയി, ക്ലീൻ ചെയ്ത്. എനിക്ക് ഒന്നാമത് ഞായറാഴ്ച പോലും ലീവില്ലാത്തൊരു ഇത് വന്നതും കൊണ്ട് ഒന്നിനും സമയമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നേരം വെളുത്തു, കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കറി ഉണ്ട്, ഇന്നലെ വൈകിട്ട് വെച്ചത്. പിന്നെ പപ്പടം കാച്ചണം. ശ്രീലക്ഷ്മിക്ക് പപ്പടമാണ് പ്രധാനം. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ശ്രീലക്ഷ്മി എന്താ പറയുക, രാവിലെ നേരിട്ട് കുറച്ച് നേരം ചെസ്സൊക്കെ കളിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ശ്രീലക്ഷ്മി കട്ടൻ ചായ അങ്ങനെ കുടിക്കലില്ല കേട്ടോ. നമ്മൾ ചുക്ക് വെള്ളം കുടിക്കും. പൊതുവെ ചായ ഇവിടുന്ന് കുടിക്കലില്ല. അങ്ങനെയാണ്. പിന്നെ എന്താ പറയാനുള്ളത് എല്ലാവരോടും പറയാം. കലോത്സവത്തിന് മത്സരിക്കാൻ പറ്റാത്തൊരു സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗ്രൂപ്പ് ഡാൻസ് പറഞ്ഞപ്പോൾ ഏതാണ് പാട്ട്, ഏതാണ് വീഡിയോ ഒന്നൊരു എന്താ പറയുക, കുറച്ച് ദിവസമേ ഉള്ളൂ, 1-ാം തീയതിയാണ്. അപ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ ഉള്ളൊരിതൊക്കെ ഇങ്ങനെ ആ ഒരു ശങ്കയിലിരിക്കുകയാണ് ആൾ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അരിയൊക്കെ തിളയ്ക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, കറണ്ട് അടുപ്പിലാട്ടോ അരി തിളയ്ക്കുന്നുണ്ട്. അടുക്കള ഇരുട്ടാണ്, ലൈറ്റ് ഇട്ടാലൊരു മങ്ങലാണ്. പാത്രങ്ങളൊക്കെ കഴുകി ഇതാ വെള്ളമൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അടുക്കളേൻ്റെ പുറത്ത് റൂമുണ്ട്, അതിലും തന്നെ പാത്രങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ
പുറത്ത് ഇതാ നേരെ ഇങ്ങനെ വെളുത്ത് വരികയാണ്. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെയൊക്കെ അടുത്തതാട്ടോ ആകെ റബ്ബറും കാര്യങ്ങളുമാണ്. ഉണ്ടോ? ഇതിൽ നിന്നാണ് ഇവിടെ തേക്കും ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് പുഴുക്കൾ വരുന്നത്. പിന്നെ അനിയന് ഞാൻ വന്നൊക്കെ എല്ലാം വൃത്തിയാക്കിയിട്ട് പോയതാണ്. പിന്നെ ഞങ്ങളെ വീടിൻ്റെ ഉമ്മറാണിത്. അങ്ങനെ ഉമ്മറത്തെ വാതിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ അരി വന്നിട്ട് വേണം കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ശ്രീലക്ഷ്മി ഇതവിടെ ഇങ്ങനെ ഇരിക്കണം. എന്താ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ രാവിലത്തെ കുറച്ച് നേരം. അപ്പോൾ അത് കഴിഞ്ഞാൽ കടയിൽ പോവും. പിന്നെ വൈകുന്നേരം 6:45 7 മണി 7:15 ആവും വരണമെന്നുണ്ടെങ്കിൽ. കാരണം അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൽ നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പം അങ്ങനെ നേരം വഴുകും. ബ്ലോക്കിൽ പെട്ട് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കണം ബസ് ഇറങ്ങിയിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ താങ്ക് യു. എല്ലാവരും ഞങ്ങളെ വീഡിയോസ് കാണണം കേട്ടോ. നല്ല കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ചെയ്യുക.